ക്യാരറ്റ്, വേനപ്പച്ച, കടുക്കമൂലി, ഓമയ്ക്ക, ചുവന്നുള്ളി, ജീരകം, മേട, മഹാമേട, കാർമൂളി, ക്ഷീരകാർമൂളി, വൃദ്ധി, പൃഥ്വി, സമങ്ക, പറച്ചുണ്ട, തീണ്ടപ്പച്ച, കല്ലൊലിക്കിഴങ്ങ്, കരിമ്പിൻ നേര്, കുറുന്തോറ്റ് വേര്, വെള്ളിര, മുക്കൂറ്റി, ശംഖുവടിതര, തേറ്റാമ്പരൽ എന്നീ മരുന്നുകൾ വടക്കോട്ട് പോയ പലകപ്പയ്യാനും മരത്തിൻ്റെ 4 വേരും 2 വെറ്റില. ക്യാമറ കണ്ട് വെക്കേണ്ടി വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അയ്യോ ഇവിടെ കാക്കന്റെ സൗണ്ട് ഇവിടെ എടുത്ത സമയത്ത് ഓപ്പോസിറ്റുള്ള കാക്കകൾ അപ്പൊ തുടങ്ങിയാണ്. അതുവരെ സൈലന്റ് ആയി നിന്ന സ്ഥലമാണ്. തിരിക്കട ക്യാമറ. ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. എൻ്റെ വളരെ ചെറിയ പ്രായം മുതലേ ഞാൻ കാണുന്ന ഒരു മുഖമാണ്. ആശാൻ എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുക. അഷ്റഫ് ഖക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആൾ അധികം ടി വിയിലും മറ്റ് വലിയ ചാനലുകളിലും ഒന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും കോമഡി ഉത്സവം പോലെയുള്ള ഏത് റിയാലിറ്റി ഷോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് അഷ്റഫ് ഖാനെ കൊത്തിക്കൊണ്ടുപോകുന്നുള്ളത്. അതിൻ്റെ മുന്നേ നമ്മളെ ചാനലിലൂടെ തന്നെ വരട്ടെ എന്ന് നമ്മളും വിചാരിച്ചു. ആൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കടയുടെ ഉടമ കൂടിയാണ്. അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്ന ഒരു കടയിൽ ഉള്ള ഒരു മെയിൻ അല്ലേ, ഒരു കോണിലാണല്ലേ കട. അപ്പം അഷ്റഫ് ഖാൻ നമ്മളെ കൂടെ ഉള്ളത്. നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അഷ്റഫ് ഖാൻ. വെൽക്കം. അഷ്റഫ് ഖാൻ, ഒരുപാട് ഐറ്റംസ് കയ്യിലുണ്ട്. എന്താണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് കൂടുതൽ സംസാരം കുറച്ച് നമ്മൾ കുറച്ച് പ്രകടനം കാണിച്ചു കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശം? പ്രകടനം കാണിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് മിമിക്രിയാണ് എൻ്റെ താല്പര്യമുള്ള. ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് മിമിക്രീനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് രാത്രിയിൽ ചായ കച്ചവടമുള്ള ടൈമായിരുന്നു. ആ ടൈമിൽ നമ്മൾ അങ്ങാടിയിൽ എൻ്റെ കൂട്ടുകാർ പട്ടികൾ, പൂച്ചകൾ, പക്ഷികൾ ഇങ്ങനത്തെ കൂട്ടുകാരായിരുന്നു. അപ്പോൾ അവരിൽ നിന്നുമാണ് ഞാനിങ്ങനെ ഓരോന്ന് പഠിച്ചു. അതിൻ്റെ പാടെ ഒന്നുമായിട്ട് പഠിച്ചു. ആദ്യമായിട്ട് ഒന്ന് നമുക്കൊരു ഇത് നോക്കാം. ഒരു പൂവൻ കോഴിയുടെ ശബ്ദം തന്നെ നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ. ഈ പൂവൻ കോഴിയുടെ ശബ്ദം കേട്ട് പിടക്കോഴി ഇതിൽ കണ്ട് കൂട്ടിൽ കിടന്ന നന്ദിനി പശു ആട് കാക്ക കരഞ്ഞു. ഈ കാക്ക എന്നെ വിരുന്ന് വിളിച്ചാൽ എങ്ങനെ നോക്കാം. ആ കാക്കയുടെ ശബ്ദം കേട്ട് പൂച്ചകൾ കരഞ്ഞു. അടുത്ത പൂച്ചകൾ കടികൂടി. പക്ഷെ ഈ പൂച്ച തന്നെ മീനിന് കാവലിരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ പൂച്ചയുടെ കടിയോട് കേട്ടിട്ട് അടുത്ത വീട്ടിലെ പട്ടി അപ്പൊ അതിൻ്റെ ശബ്ദം കേട്ട് വേറൊരു പട്ടി. അയൽക്കാരൻ PVC പൈപ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ കല്ലെടുത്ത് പൂച്ചയ്ക്ക് എറിഞ്ഞു. കൊണ്ടതോ പട്ടിക്കായിരുന്നു. അത് ആ വീട്ടിനകത്തുനിന്നും ഒരു ഫോൺ ബെല്ലടിച്ചു. അങ്ങനെ ഫോൺ ബെല്ലടിച്ചു കഴിഞ്ഞ് ഞാൻ യാത്രയ്ക്കായി ഒരു വണ്ടി സ്റ്റാർട്ടാക്കി. പക്ഷേ വണ്ടി സ്റ്റാർട്ടായില്ല. വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി, വണ്ടി സ്റ്റാർട്ടായില്ല. ഞാൻ ഇറങ്ങി നടന്നു. അതാ രാപ്പക്ഷി ചിലച്ചു.
കൊമ്പത്തിരുന്ന് അണ്ണൻ. അതാ ലവ് ബേർഡ്സ് ചിരിച്ചു. കുളക്കോഴി അതാ കൊക്ക്. കൊക്കിന്റെ ശബ്ദം കേട്ട് തവള. അമ്പലത്തിൽ നിന്നും ഉടുക്കിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. പാമ്പാട്ടി മകടി ഊതുന്ന ശബ്ദം ഉണ്ടായിരുന്നു. സർക്കസുകാരുടെ കൂട്ടിൽ നിന്നും കടുവകൾ ഗർജിച്ചു. തൊട്ടിൽ കിടക്കുന്ന ഒരു കുട്ടി കരഞ്ഞു. അതാ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. തീവണ്ടി. ഇന്നത്തെ മിമിക്രി അവസാനിച്ചിരിക്കുന്നു. ശേഷം അടുത്ത ഭാഗം. ഇതൊരു ചെറിയ ഭാഗമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ശരിക്കും ആശാനെ അങ്ങ് പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ നമ്മളിങ്ങനെ കേൾവിക്കാരായിട്ട് അടുത്തുനിന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡെപ്ത് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ആ അടുത്ത വീട്ടിലെ പട്ടിയുടെ കൊര ഒരു രക്ഷയിലട. നമ്മൾ ശരിക്കും ഒന്ന് പേടിച്ചു പോയ ഒരവസ്ഥ. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. കുഞ്ഞു വാവൻ്റെ കരച്ചിൽ, ആ കുട്ടി വാവൻ്റെ കരച്ചിൽ ഒന്നുകൂടി കാണിച്ചു തരുമോ? എന്താ പറയാ, ഒന്നും പറയാല്ല. കാരണം ചെറിയ കുഞ്ഞു കുട്ടികൾ ഏത് സമയത്ത് നോക്കിയാലും ചെറിയ കുട്ടികളെ കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അങ്കലാപ്പാണ്. ആ ഒരു സാധനം എനിക്ക് എന്താ പറയുക അഷ്റഫിൻ്റെ അടുത്തുനിന്ന് കിട്ടി എന്നുള്ളതാണ്. അഷ്റഫ് ഇനി പുതിയ ഐറ്റംസ് വേറെ എന്താ ഉള്ളത്? ഇവിടെ പുതിയ ഐറ്റംസ് ഒരു വൈദ്യരും രോഗിയായിട്ടുള്ളതാണ്. കാക്ക വല്ലാണ്ട് ഇടങ്ങാറാക്കണല്ലോ. കാക്ക ഒരു കാക്ക വിളിച്ചാൽ വരും. വിളിക്കണോ? കാക്ക വിളിക്കണോ? കാക്ക വരും. ഇപ്പോൾ അവിടെ കുറേ കൂടും. വിളിച്ചപ്പോൾ കൂടും. 1-2 കാക്ക ഉണ്ടെങ്കിൽ ബാക്കി കാക്ക അവിടെ കൂടും. പോകും. ക്യാമറ അങ്ങോട്ട് വെക്കേണ്ടി വരും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അയ്യോ ഇവിടെ കാക്കന്റെ സൗണ്ട് ഇവിടെ എടുത്ത സമയത്ത് ഓപ്പോസിറ്റുള്ള കാക്കകൾ അപ്പൊ തുടങ്ങിയാണ്. അതുവരെ സൈലന്റ് ആയി നിന്ന സ്ഥലമാണ്. തിരിക്കട ക്യാമറ. ഇവിടെ കോഴിയിലാണ്ട. കോഴി ഉണ്ടെങ്കിൽ എല്ലാ പറമ്പിൽ നിന്നൊക്കെ കോഴികൾ പോകും. അതാണ് തിരുവമ്പാടിയുടെ കാക്കകൾ. വിളിച്ചാ വിളിപ്പുറത്തുണ്ട്. ഭയങ്കര അത്ഭുതം തോന്നിപ്പോണ ഒരു സംഭവം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സൈലന്റ് ഏരിയ നോക്കി വന്ന് ഒരു സൈലന്റ് ആയിട്ടുള്ള ഏരിയയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. കാക്കൻ്റെ സൗണ്ട് എടുത്ത പാടെ കുറേ കാക്കകൾ വരുന്നത്. അപ്പോൾ എന്നോട് ഇപ്പോൾ അഷ്റഫ് പറഞ്ഞു കാക്ക വരുന്നത് കാണുമെന്ന് ചോദിച്ചു. ആ കാണാൻ നടന്ന സമയത്ത് കാക്കൻ്റെ സൗണ്ട് ഒന്നും എടുത്തപ്പോൾ കാക്കകളൊക്കെ പാറി വരിക എന്നുള്ളതാണ്. ക്യാമറയിൽ എത്രത്തോളം കണ്ടെന്നറിയില്ല. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്ഭുതമൊക്കെ തോന്നിപ്പോയി. ഇത് സ്ഥിരമാണോ അങ്ങനെ? ഓ സ്ഥിരമാണ്. പിന്നെ കോഴീനെ വിളിച്ചാൽ കോഴികൾ കൂവും. പക്ഷെ കോഴികൾ ഈ ചുറ്റുവശങ്ങളിൽ കോഴി ഇല്ലാത്തത് കൊണ്ട് ഒരു കോഴി ഉണ്ടായാൽ മതി, കുറേ കോഴികൾ കൂവാൻ തുടങ്ങും. അത് കോഴിക്ക് മനസ്സിലാവില്ല. ശരിക്കും കൂടെയുള്ള ആരോ കൂകാന്ന് തോന്നിപ്പോണ്ട്. ഓരോ ഭാഷ മനസ്സിലായോ? ഒരു കുടുങ്ങി. നമുക്ക് കുറച്ച് സമയം ഒന്ന് കട്ട് ചെയ്യാം, എന്നിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ കാക്കൊന്ന് പോട്ടെ. ഇനി അഷ്റഫ് കാക്കന്റെ സൗണ്ട് നമ്മൾ വേണ്ടട്ടോ. കാക്ക കാരണം ഞങ്ങൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം പോയി. കാരണം കാക്ക ഇവിടുന്ന് പോണ്ടേ, വട്ടത്ത് കുത്തിയിരിക്കുക മൊത്തം അവിടെ. ഇനി പുതിയ ഐറ്റംസ് എന്താണ് ഉള്ളത് അഷ്റഫ്? പുതിയ ഐറ്റംസ് നല്ല ക്ഷീണമാണല്ലോ. എന്താ പറ്റിയേ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എന്താ പനിക്കുണ്ടോ? പനിയൊന്നുമില്ല, ഒരു വയറുവേദന ഉണ്ട്. വയറുവേദനയ്ക്ക് ആണെങ്കിൽ നാളെ കുറച്ച് മരുന്ന് എഴുതി തരാം, വാങ്ങി കുടിച്ചാൽ മതി. ക്യാരറ്റ്, വേനപ്പച്ച, കടുക്കമൂലി, ഓമയ്ക്ക, ചുവന്നുള്ളി, ജീരകം, മേട, മഹാമേട, കാർമൂളി, ക്ഷീരകാർമൂളി, പൃഥ്വി, സമങ്ക, പറച്ചുണ്ട, തീണ്ടപ്പച്ച, കല്ലൊലിക്കിഴങ്ങ്, കരിമ്പിൻ നേര്, കുറുന്തോറ്റ് വേര്, വെള്ളിര, മുക്കൂറ്റി, ശംഖുവടിതര, തേറ്റാമ്പരൽ എന്നീ മരുന്നുകൾ വടക്കോട്ട് പോയ പലകപ്പയ്യാനും മരത്തിൻ്റെ 4 വേരും 2 വെറ്റിലയും കൂട്ടിച്ചേർത്ത് കഷായം കഴിച്ച് കുടിച്ചാൽ നിങ്ങളുടെ വേദന മാറിക്കിട്ടും.
ഇതെന്ത് ചിരിയാ ചിരിക്കണത്? ചിരികൾ പല സൈസുണ്ട്. പുഞ്ചിരി, ഇളിമ്പിച്ചിരി, വശീകരണ ചിരി, വിലാപച്ചിരി, ദുഃഖച്ചിരി, മന്ദസ്മിതം, അട്ടഹാസം, കൊലച്ചിരി, കാമച്ചിരി, ക്രോധച്ചിരി, കോപച്ചിരി, അങ്ങനെ പല സൈസ് ചിരികളുണ്ട്. ഇനി ഈ ചിരികൾ മാറാനുള്ള മരുന്നുകൾ വേണമെങ്കിൽ കടയിൽ ചെന്നാൽ ചായപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാരപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മൂക്കുപ്പൊടി, മൂട്ടപ്പൊടി, മുത്താറിപ്പൊടി, സാമ്പാർ പൊടി, ഇഡ്ഡലിപ്പൊടി, ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, ഇങ്ങനെ പൊടികൾ വാങ്ങി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ഈ ചിരിയുടെ അംശം മാറിക്കിട്ടും. ചിരിയുടെ അംശം മാറി കിട്ടും അല്ലേ? ഇതുള്ള വരുന്നതാണോ? അതുള്ള അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടും. എങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇപ്പൊ ആരാ എഴുതി തരുകൾ കൊടുക്കാം? എഴുതി തരാം, അത് നമുക്ക് എഴുതി തരാം, അത് ഞാൻ എഴുതി തരാം. ഒന്നും പറയല്ല. അഷ്റഫ് എന്തൊക്കെയോ പറയണ്ട്. നമ്മളാകെ നമുക്ക് അറിയില്ല കേട്ടോ ഇത്രത്തോളം ഐറ്റംസ് കയ്യിലുണ്ട്. അങ്ങനെ നമ്മൾ കുറെ മുന്നേ വന്നതിനെ ക്യാമറയും തൂക്കി പിടിച്ചു കഴിഞ്ഞ് പുതിയ പിന്നെ വേറെ കാലിനെന്താ വേദന ഉണ്ടോ? കാലിനൊരു വേദന ഒന്നുമില്ല. മുട്ടുവേദന ഉണ്ട് കൂട്ടിക്കോ. ആ മുട്ടുവേദനയ്ക്ക് പിന്നെ കുറച്ച് കഷായങ്ങളൊക്കെ തരാം. മീൻ കഴിക്കാറുണ്ടോ? ചെറിയ മീനൊക്കെ കഴിക്കും. കരിമീൻ, കണമീൻ, കിളിമീൻ, നെയ്മീൻ, ചെമ്മീൻ, പൂമീൻ, പാലമീൻ, അടവ്, പരവ, കടകപ്പാര, അയല, മത്തി, കോലി, ആവോലി, തിണ്ടൻ, മുള്ളൻ, ഈ മീനൊന്നും കൂട്ടരുത്. ഇതൊക്കെ വർജിക്കുക. അതിന് കൂടെ ദ്രാക്ഷാരിഷ്ടം, അശോകാരിഷ്ടം, അശ്വഗന്ധാരിഷ്ടം, പിണ്ണത്തൈലം, ഈ അരിഷ്ടം കൂടി കൂട്ടി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന എല്ലാം മാറിക്കിട്ടും. സന്തോഷം സമാധാനമായി ആയുഷ്മാൻ ഭവ. ആയുഷ്മാൻ ഭവ പോരെ? അത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ പ്രേക്ഷകർക്കായിട്ട് 2 മണീൻ്റെ 2 പാട്ട് 4 വരി പാടി. സത്യം പറഞ്ഞാലേ നമ്മളെ സംബന്ധിച്ച് അത്ഭുതം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം മിമിക്രി ചെയ്ത് കഴിഞ്ഞ് മൃഗങ്ങളെ അടുത്തേക്ക്, അതായത് പക്ഷികളെ ഒക്കെ നമ്മളെ അടുത്തേക്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ലൈവ് കാണുമ്പോൾ ഇത് സ്ഥിരമാണോ? ഇത് ആശാന മൊത്തം പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ ഇതേപോലെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കാക്കനൊക്കെ വിളിച്ചു വരുത്തും. ആ ഇടയ്ക്ക് അത് ആൾക്കാരെ കൂടുമ്പോൾ രസമല്ലേ, വെറൈറ്റികളല്ലേ, ഒരു വെറൈറ്റികളായിട്ടില്ലേ. പിന്നെ എന്തെങ്കിലും വേറെ ശബ്ദങ്ങളൊക്കെ എടുക്കും? ആരെങ്കിലും ശബ്ദങ്ങൾ ഇല്ല, കാര്യമായിട്ടില്ല. ഈ പരിസരം എടുക്കൂല. പക്ഷെ മാമുഖാന്റെ പണി നമുക്ക് ട്രയൽ നോക്കാം. മാമുഖനെ ഞാൻ മാമുഖൊക്കെ അയച്ചു കൊടുക്കും. അതന്നെ മാമുഖന്റെ സൗണ്ട് അതാണ് എടുത്തിട്ടുള്ളൂ. വേറെ നമ്മളെ ചുറ്റുവട്ടത്ത് കാണുന്ന നമ്മളറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള മൈന്യൂട്ട് ആ കുയിലിന്റെ സൗണ്ട് എല്ലാം എടുത്ത് ഏതായാലും നമ്മൾ ആ രാക്കിളിയോ ആ രാപക്ഷിന്റെ ഒന്ന് കുറച്ച് ലെങ്ത്തിലൊന്നും എടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ പക്ഷിയായിട്ട് പുള്ളത്തി എന്നൊരു പക്ഷിയുണ്ട്, നമ്മൾ മുകളിൽ നിന്ന് കേൾക്കാം. അതുപോലെ പുള്ളത്തി എന്നൊരു പക്ഷീൻ്റെ ശബ്ദമാണ്. അത് എന്താ പക്ഷി എന്നറിയില്ല. പുള്ളത്തി മലഭാഗത്ത് ദൂരത്തുനിന്ന് കേൾക്കും, അടുത്ത് കാണൂല. അടുത്ത് കാണുന്നില്ല. അങ്ങനെ ഒരു പേരിട്ടല്ലേ? അല്ല, അതിന്റെ പേരെന്നാണ് പുള്ളത്തി എന്ന് പറഞ്ഞത്. പുള്ളത്തി പറഞ്ഞ നമുക്ക് അഷ്റഫ് ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട് വീട്ടില്? ഒരു മോന്, ഒരു മോള്, പിന്നെ ഭാര്യ. ഇവിടെ അഷ്റഫ് ഇവിടെ തിരുവമ്പാടി തന്നെ നമ്മളെ ആ ഒരു ജംഗ്ഷനിൽ, തിരുവമ്പാടി ജംഗ്ഷനിൽ, കുരിശുപള്ളി ജംഗ്ഷനിൽ അഷ്റഫ് ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ എന്തൊക്കെ ബിസിനസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മെയിനായിട്ട് കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ, ലോട്ടറി. നമ്മളെ കടയിൽ നിന്ന് ആർക്കെങ്കിലും നല്ല പൈസ കിട്ടിയണോ? ലക്ഷങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഭാഗ്യമുള്ള ആളാണ്. ഭാഗ്യമുണ്ട്. എനിക്കല്ല, വാങ്ങുന്നവർക്കാണ് ഭാഗ്യമല്ല. കമ്മീഷൻ ഒന്നും കിട്ടില്ല. കമ്മീഷൻ കിട്ടും. അപ്പൊ അഷ്റഫ ഇനി അഷ്റഫ് നല്ലൊരു സിംഗറും കൂടിയാണ് കേട്ടോ. അഷ്റഫ നമുക്ക് ഒരു നല്ല സോങ് കേട്ടാലോ? ഒരു കലാഭമണിയിൽ 4 വരി പാട്ട് പാടാം. ഓക്കെ. ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ, നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. വെളിച്ചമേ നിൻ വീട്ടിൽ ഞാനും വിരുന്നിനെത്തും നാളെ, നീ എൻ കണ്ണിലൊരുമ്മ തരുമ്പോൾ നീലനിലാവായി മാറും, ഞാനൊരു നീലനിലാവായി മാറും. ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ.
പ്രകാശമേ പ്രകാശമേ നിന്നമ്പല നടയിൽ നെയ്ത്തിരിയൊഴിയും ഞാൻ തുറന്നു വയ്ക്കും ഞാനൻ മിഴികൾ അടയ്ക്കുകില്ല മേലിൽ ഞാൻ അടയ്ക്കുകില്ല മേലിൽ ചാന്തു പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ നീയൊരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ. അടിപൊളി. ആളൊരു ഒന്നൊന്നര മിമിക്രിക്കാരനാണ്. അതിൻ്റെ പുറമെ ആൾക്ക് പല എന്താ പറയുക മറ്റുള്ള ആളുകൾ കൈവെക്കാത്ത കുറേ ഫാസ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറേ മരുന്നുകളെ പേര് അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ കയ്യിലുള്ള ഒരാളാണ് അഷ്റഫ് ഖാൻ. ഇനിയുണ്ട് വരാൻ, ഇനി ഐറ്റംസ് ഉണ്ട് കുറേ. അഷ്റഫ് ഖാക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ അഷ്റഫ് ഖാൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അഷ്റഫ് ഖാ കുറഞ്ഞ സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. അഷ്റഫ് ഖാൻ്റെ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറന്നു വരുത്.